ടി.ബി. മിനി, ശ്രീമതി ടി.ബി. മിനി, രാഹുലിന്റെ വിശ്വാസം രാഹുലിനെ നയിക്കട്ടെ എന്ന് മാത്രമേ നമുക്കിതിൽ പറയാനുള്ളൂ. സുപ്രീം കോടതിയിൽ നിന്നും സിദ്ദിഖിന് ജാമ്യം കിട്ടാൻ ഒരു വഴിയും ഞാൻ കാണുന്നില്ല. അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ജഡ്ജ്മെന്റ് ആണ് ജസ്റ്റിസ് ഡയസിൻ്റെതായിട്ട് വന്നിരിക്കുന്നത്. പിന്നെ ഞാൻ ആ കേസിൽ ഇപ്പം ഈ ജാമ്യത്തിൽ സിദ്ദിഖിന്റെ വക്കീല് ഹൈക്കോടതിയിൽ ഒരു രേഖ ഹാജരാക്കി. ഉച്ചയ്ക്ക് ഞങ്ങൾ തമ്മിൽ ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ ഹൈക്കോടതിയിൽ പോയിട്ട് ഈ ജഡ്ജ്മെന്റ് വായിച്ചതിന് ശേഷം ആ രേഖ ഞാൻ പരിശോധിച്ചു. അതിൽ ആ കാര്യത്തെക്കുറിച്ച് ജഡ്ജ്മെന്റിൽ ജസ്റ്റിസ് ഡയസ് പറഞ്ഞിട്ടുണ്ട്. ഈ ഡിഫൻസ് പെറ്റീഷണറിന്റെ കൗൺസില് സർക്കാരിന് കൊടുത്ത ഒരു പരാതി ഹാജരാക്കി എന്ന് പറഞ്ഞ കാര്യം. അപ്പോ അതില് ആ പരാതിയിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇവരുമായി ഈ പറഞ്ഞ പ്രിവ്യൂവിൽ കണ്ടു എന്നും സംസാരിച്ചു എന്ന് പറയുന്ന കാര്യം അഡ്മിറ്റഡ് ആണ്. മനസ്സിലായി? അത് കോടതി കൃത്യമായും എടുത്ത് ഈ ജഡ്ജ്മെന്റിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എല്ലാ കാലവും നമുക്ക് എല്ലാവരെയും പറ്റിക്കാൻ പറ്റില്ല. അതിൽ ഇത്തരത്തിലുള്ള കൾപ്രിറ്റ്സ് എന്നെങ്കിലും ഒരിക്കൽ പുറത്ത് ചാടുക തന്നെ ചെയ്യും. അവർ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യുന്ന ഒരു കാര്യം ഉണ്ടാവും. ഞാനിതിൽ ഓർക്കുന്നത് 2017 നടി ആക്രമിച്ച കേസിൽ ആ പെൺകുട്ടിക്കെതിരെ ഏറ്റവും കൂടുതൽ കളിച്ച ഒരാൾ എന്ന് എനിക്ക് തോന്നിയിട്ടുള്ള ഒരാൾ എന്ന് പറയുന്നത് ഒരു വശത്ത് നല്ല ആളാണെന്ന് നമുക്ക് തോന്നും, ഈ പെൺകുട്ടിയോട് ഒപ്പമാണെന്ന് നമുക്ക് തോന്നും. ഈ വിഷയങ്ങൾ ഹേമ കമ്മിറ്റി ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് AMMയുടെ സെക്രട്ടറി എന്ന നിലയിൽ വന്ന് സംസാരിച്ച സീനൊക്കെ ഞാൻ ഓർക്കുകയാണ്. ഈ ലോകത്ത് ഇത്രയും പരിശുദ്ധനായിട്ടുള്ള ഒരാളില്ല എന്ന നിലയിലുള്ള ഒരു പ്രഖ്യാപനമായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ വിക്ടിമിന്റെ കേസ് അത് ഇന്ന് പൊട്ടിപ്പുറപ്പെട്ടതല്ല. അവര് അത് 2019 മീറ്റു വന്ന സമയത്ത് അവരത് പറഞ്ഞിട്ടുണ്ട്, ആ ഫേസ്ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഇദ്ദേഹത്തിന്റെ ഒരു ത്രെട്ടണിങ് അതൊക്കെ കോടതി ജഡ്ജ്മെന്റിൽ നന്നായി വിശദീകരിച്ച് പറഞ്ഞു. പിന്നെ ഇതൊന്നും തെളിവായിട്ട് ഇപ്പൊ നമുക്ക് പറയാൻ പറ്റില്ല, അതും കോടതി പറഞ്ഞു. ഇപ്പൊ രാഹുൽ ഈ പറയുന്ന കാര്യങ്ങൾ ഒന്നും തന്നെ തെളിവല്ല. ഇവിടത്തെ കൊച്ചുകുട്ടിക്ക് വരെ അറിയാം. ഈ ബെയിൽ ആപ്ലിക്കേഷൻ പരിഗണിക്കുന്ന സമയത്ത് ഇതൊന്നും തെളിവായിട്ട് നമ്മൾ കണക്കാക്കില്ല. ഇത് യഥാർത്ഥത്തിൽ ഇതിന്റെ തെളിവിലേക്ക് എടുക്കുന്നത് ട്രയൽ വരുന്ന സമയത്താണ്. അതുവരെ അലജഡ് പേഴ്സൺ ആണ്, അക്യൂസ്ഡ് പേഴ്സൺ ആണ്. അപ്പൊ അതുകൊണ്ട് ഇദ്ദേഹത്തിനെ ഇൻട്രോഗേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അത്യാവശ്യമാണ് എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. ഇപ്പൊ മറ്റ് പല ആളുകൾക്കും ജാമ്യം കിട്ടി എന്ന് പറയുന്നത് ഈ ഹൈക്കോടതിയിൽ നിന്നല്ല. അപ്പൊ അതും നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അതില് കൃത്യമായും റേപ്പ് ഇതിന്റെ ഫേസ്ബുക്കിൽ ഇട്ടപ്പോ റേപ്പ് എന്ന് കാര്യം എഴുതിയില്ല എന്ന് പറയുന്നതിന് കൂടി ഒരു പ്രാധാന്യമുണ്ട്. കാരണം ഫേസ്ബുക്കിലൊക്കെ ഇടുന്ന സമയത്ത് ഈ കുട്ടി അനുഭവിച്ചിരിക്കൊണ്ടിരിക്കുന്ന ഒരു മെന്റൽ ട്രോമയുണ്ട്. ആ ട്രോമയിൽ നിന്നുകൊണ്ട് ഒരാള് സ്വന്തം ഫേസ്ബുക്കിൽ പറയാവുന്നതിന്റെ ലിമിറ്റായിട്ടാണ് ആളുകൾ പറയുന്നത്. അതേസമയം കംപ്ലൈന്റ് കൊടുക്കുന്ന സമയത്ത് കൃത്യമായിട്ടും എല്ലാ കാര്യങ്ങളും വിശദീകരിച്ച് പറയും. അങ്ങനെയാണ് ആ കുട്ടി എഴുതി കൊടുത്തിരിക്കുന്നത്. അത് മാത്രമല്ല, അതിനൊക്കെ ഹൈക്കോടതി കൃത്യമായിട്ട് കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുമുണ്ട്. ശ്രീമതി ടി.ബി. മിനി, താങ്കൾ പറഞ്ഞ പോലെ ഞാനും ഈ വിധിന്യായം വായിച്ചു നോക്കി. അതിനൊക്കെ കൃത്യമായ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെയാണ് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത്. ഇന്ന് മറ്റൊരു കാര്യം കൂടി സംഭവിച്ചിട്ടുണ്ട്. നടൻ മുകേഷിനെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. പക്ഷേ മുൻകൂർ ജാമ്യത്തിന്റെ ആനുകൂല്യം ഉള്ളത് കൊണ്ട് പുറത്തു വരാനായിട്ടുണ്ട്. മുകേഷിന് അറസ്റ്റ് രേഖപ്പെടുത്തി. അതെ അതെ അതെ, പരാതിക്കാരി കൂടി ചേരുകയാണ്. താങ്കൾക്ക് പൂർണ്ണമായിട്ടും തൃപ്തിയുണ്ടോ മുകേഷിനെതിരെ ഉണ്ടായ നിയമ നടപടിയിൽ? അതുപോലെ തന്നെ മുകേഷിനെതിരെ മാത്രമല്ല സിദ്ദിഖിനെതിരെ കൂടുതൽ കർശനമായ കാര്യങ്ങളിലേക്ക് പോകുവാനായിട്ട് മുകേഷിനെതിരെ പരാതി കൊടുത്തയാൾ ഇപ്പോൾ ഉണ്ട് ലൈവായിട്ട്.